മുട്ടുവേദനയ്ക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ച് ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. മുട്ടുവേദനയ്ക്ക് പരിഹാരമുണ്ട്. പക്ഷേ അത് സുജോഗ് ട്രീറ്റ്മെന്റിലൂടെ മാത്രമല്ല, നിങ്ങളും കൂടെ ശ്രദ്ധിച്ചാൽ പരിഹാരം ഉണ്ടാവും. കാരണം മുട്ടുവേദന പല വിധമുണ്ട്. നമ്മൾക്ക് തലവേദന പോലെയാണ്. തലവേദന പലർക്കും കണ്ടിട്ടില്ലേ, പല രീതിയിലാണ് തലവേദന വരുന്നത്. ചിലർക്ക് ഫ്രണ്ട് ഭാഗം മാത്രം വരും, ചിലർക്ക് ബാക്കിൽ വരും, ചിലർക്ക് തലയുടെ മേളിൽ വരും, ചിലർക്ക് വശങ്ങളിൽ വരും, ചിലർക്ക് മൊത്തം തലയിൽ വരും. അപ്പോൾ ഏതെങ്കിലും ആ പല തരത്തിലുള്ള തലവേദനയ്ക്ക് പല തരത്തിലുള്ള കാരണങ്ങളുണ്ട് എന്നതുപോലെ തന്നെയാണ് മുട്ടുകാലിൻ്റെ വേദനയും. അതുകൊണ്ടാണ് അതിൻ്റെ ആ റൂട്ട് കോസ് മനസ്സിലാവാണ്ട് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് മുട്ടുവേദന മാറാത്തത്. അപ്പോൾ ഈ മുട്ടുവേദന ഏതാണ്, ഏത് വശത്താണ് എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. നമ്മുടെ ചിരട്ടയുടെ മുട്ടിൻ്റെ ഫ്രണ്ട് ഭാഗമാണോ, അല്ലെങ്കിൽ അതിൻ്റെ പുറകിലാണോ, അവിടെ മുഴ പോലെ വന്നിട്ടുണ്ടോ, ബാക്ക് സിസ്റ്റം എന്ന് പറയും, ബാക്ക് സിസ്റ്റം എന്ന് പറയും. അപ്പം അവിടെ അങ്ങനെ മുഴ പോലെ വന്നിട്ടുണ്ടോ, ഇനി വശങ്ങളിലാണോ, അതായത് ലിഗ്മെന്റിന്റെ സൈഡിൽ ആണോ, ഇത് ആദ്യം കണ്ടെത്തുക. കോമൺ ആയിട്ടുള്ളതിനാണ് ഞാനിപ്പോൾ പറയുന്നത്. കാരണം മറ്റു വശങ്ങളിലുള്ളതിന് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും കൂടെയുണ്ട്. എന്തായാലും ഞാനൊരു കോമൺ മുട്ടുവേദനയ്ക്കുള്ള റെമഡി പറഞ്ഞു തരാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം കൂടി. അതായത് മുട്ടുവേദന ഉള്ളവർ ഒരു കാരണവശാലും സ്റ്റെപ്പുകൾ കയറി ഇറങ്ങുന്നത് അത്ര നല്ലതല്ല. അഥവാ കയറേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിന്ന് കയറുക, അല്ലാണ്ട് ഓടിച്ചാടി കയറരുത്. നിന്ന് വേണം കയറാനായിട്ട്. ഒരു സ്റ്റെപ്പ് കയറി നിന്ന് അടുത്ത സ്റ്റെപ്പ് കയറി നിന്ന് അങ്ങനെ കയറുക. മുട്ടിന്റെ ഫ്രണ്ട് കാൽപാദത്തിന്റെ ഫ്രണ്ട് കുത്തുന്നതിനേക്കാൾ നല്ലത് ബാക്ക് കുത്തി കയറുക, ഉപ്പൂറ്റി കുത്തിയിട്ട് കയറുക. ഇതൊക്കെ ഒരു പരിധി വരെ നമ്മളെ സഹായിക്കും. ഒപ്പം തന്നെ ആ മുട്ടുവേദന എവിടെയാണെന്ന് നമുക്കൊന്ന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്നോസ് ചെയ്യുക. എവിടെയാണ് മുട്ടിന്റെ വേദന ശരിക്കും വരുന്നത്, അതിന്റെ ഏറ്റവും കൂടിയ ഭാഗം ഏതാണ്. അതിന് ഉദാഹരണമായിട്ട് ഞാൻ 1-2 മെത്തേഡ് പറഞ്ഞു തരാം. എങ്ങനെയാണ് അത് ഏത് ഭാഗത്താണ് വേദന വരുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട്. നമ്മൾ മുട്ടിൽ തന്നെ ഓരോ വശത്തായിട്ട് പിടിച്ച് അമർത്തി നോക്കുക. അമർത്തി നോക്കുമ്പോൾ കൂടുതൽ സീവിയർ ആയിട്ടുള്ള വശത്ത് വേദന കൂടി വരുന്ന ഭാഗം ഉണ്ടാവും. ആ ഭാഗം നമ്മളൊന്ന് ഡയഗ്നോസ് ചെയ്ത് വെക്കുക. എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ഹാൻഡ്, അതായത് നമ്മുടെ വലത്തേ കാലിന്റെ മുട്ടിന് ആണ് വേദന വന്നതെന്ന് വിചാരിക്കും. നമ്മൾ ഇടത്തെ കൈയിൻ്റെ ഞാൻ 2 സ്ഥലങ്ങൾ കാണിച്ചു തരാം. ഒന്ന് നമ്മുടെ ഈ നടുവിരലിൻ്റെ ഈ വശങ്ങൾ നമ്മൾ പേനയോ പെൻസിലോ എടുത്തിട്ട് ഇതുപോലെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പുഷ് ചെയ്ത് നോക്കാം. ഇങ്ങനെ പുഷ് ചെയ്ത് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു വശം വരുമ്പോൾ വേദന കൂടണത് കാണാൻ പറ്റും. മിക്കവാറും ഈ ഭാഗമൊക്കെ ആയിരിക്കാം മുട്ടിൻ്റെ വശങ്ങളിൽ വരുന്ന വേദനകൾക്ക് കൂടുതൽ വേദന കാണുന്നത്, ഈ ഭാഗം അല്ലെങ്കിൽ ഈ ഭാഗം. ഇനി അതല്ലെങ്കിൽ ഇവിടെയും കാണിക്കും, നമ്മുടെ ഈ 3 വരകയ്ക്ക് തൊട്ട് മുമ്പിലായിട്ട്. അപ്പോൾ ഏത് വശത്താണെന്ന് ആദ്യം കണ്ടെത്തിയിട്ട് ആ ഭാഗത്ത് നമ്മൾ നന്നായിട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. നല്ല വേദന ഉണ്ടാവും. നമുക്ക് ആ മുട്ടുവേദന നല്ലോണം ഉള്ളവർക്ക് ഈ ഭാഗത്ത് നല്ല വേദന ഉണ്ടാവും. ആ വേദനയുള്ള ഭാഗം നന്നായിട്ട് അമർത്തി കൊടുക്കുക. അമർത്തി കൊടുത്ത് കുറച്ച് നേരം അങ്ങനെ അമർത്തിയതിന് ശേഷം ഒന്നുകിൽ ചെറുപയർ അല്ലെങ്കിൽ ഉലുവ എടുത്തിട്ട് ആ 2 പോയിന്റിൽ തന്നെ ഞാനിങ്ങനെ ഒട്ടിച്ചേക്കണുണ്ട്. ഇതുപോലെ 2 എണ്ണം, ഇതിപ്പോൾ ഞാൻ 1 എണ്ണം എടുത്തിട്ടുള്ളൂ. 2 എണ്ണം ആ വേദന ഉള്ള വശത്ത് അല്ലെങ്കിൽ കൂടുതലായിട്ട് വേദന ഉള്ള ഭാഗത്തായിട്ട് 2 ഉലുവ എടുത്ത് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ബാക്കിലാണ്, ഇവിടെയാണ് വേദന എന്നുണ്ടെങ്കിൽ അവിടെ ഒട്ടിച്ചു കൊടുക്കാം. ആ ഉലുവ കറക്റ്റായിട്ട്, അല്ലെങ്കിൽ അത് ചെറുപയർ, 2ഉം ഉപയോഗിക്കാം. ഇനിയിപ്പോൾ കുരുമുളക് ആയാലും കുഴപ്പമില്ല, പക്ഷേ ഏറ്റവും നല്ലത് ചെറുപയർ അല്ലെങ്കിൽ ഉലുവയാണ്. ഇത് പുഷ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ അമർത്തി കൊടുക്കുക. എവിടെയാണോ ഒട്ടിച്ചിരിക്കുന്ന ആ ഭാഗം ചെറുതായിട്ട് ഇങ്ങനെ അമർത്തിയാണ്. നല്ല വേദന ഉണ്ടാവും, പേടിക്കണ്ട. ആ വേദന അവിടെ നിന്ന് മാറിയാൽ മുട്ടിന്റെ വേദനയും കുറയുന്നതാണ്. ഇത് ആദ്യത്തെ സ്റ്റെപ്പ്. വളരെ സിമ്പിളായിട്ട്, ഇതുകൊണ്ട് തന്നെ ചില മുട്ടുവേദനകൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. ഇനി മറ്റൊന്ന് കണ്ടെത്തേണ്ടത്, നമ്മൾ മുട്ടിന്റെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട്, അത് അക്യുപങ്ചറിന്റെ ഒരു വ്യൂ ആണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഈ പറഞ്ഞത് സുജോക്കാണ്. അക്യുപങ്ചറിന്റെ വ്യൂവിൽ നമ്മൾ ടാൻ ബാലൻസ് എന്ന് പറയും. എവിടെയാണോ കാലിന്റെ മുട്ടാണ് വേദന എന്നുണ്ടെങ്കിൽ കൈയിന്റെ മുട്ടിനെ നോക്കുക. കൈയിന്റെ മുട്ടിൽ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ ക്രോസ് ആയിട്ട് വരും. ഓപ്പോസിറ്റ് വന്നിട്ട് ഇങ്ങനെ അമർത്തി നോക്കുക. എൽബോ സൈഡിൽ നിന്ന് മേലോട്ട് ഇങ്ങനെ അമർത്തി നോക്കുക. ഇങ്ങനെ അമർത്തി നോക്കുമ്പോൾ കഠിനമായ വേദനയുള്ളൊരു പോയിന്റ് ഉണ്ടാവും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ കിട്ടും. ഇനി ചുറ്റിനും മുട്ടിന്റെ ചുറ്റുഭാഗവും
നമ്മളൊന്നിങ്ങനെ അമർത്തി 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 നോക്കുക, തള്ളവിരൽ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി നോക്കുമ്പോൾ കഠിനമായ വേദനയുള്ളൊരു പോയിന്റ് കിട്ടും. അക്യുപങ്ചറിസ്റ്റ് ആണെങ്കിൽ അവിടെ നീഡിൽ ചെയ്താൽ തന്നെ മുട്ടിൻ്റെ വേദന കുറയും. ഇനിയിപ്പോൾ അക്യുപങ്ചർ പഠിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ നന്നായിട്ട് ഒന്നും നോക്കണ്ട, അമർത്തി കൊടുക്കുക, നന്നായിട്ട് അമർത്തി കൊടുക്കുക. നല്ല വേദന ഉണ്ടാവും, പക്ഷെ ഇങ്ങനെ പിടിച്ചിട്ട് അമർത്തി 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 കൊടുക്കുക. ഒറ്റ ദിവസം നീഡിൽ ചെയ്താൽ വളരെ പെട്ടെന്ന് വ്യത്യാസം വരും. പക്ഷെ അതല്ല, നമ്മൾ പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. കുറച്ച് സമയം എന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾ എടുക്കും. പക്ഷെ ആ വേദന അവിടെ നിന്ന് മാറണതനുസരിച്ചിട്ട് ഇവിടെ നല്ല ആശ്വാസം ലഭിക്കും. ഇതാണ് മുട്ടുവേദനയ്ക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഒപ്പം തന്നെ മുട്ടുവേദന ഉള്ളവർ ഭയങ്കരമായ എക്സർസൈസുകൾ ചെയ്യാതിരിക്കുക. മുട്ടിന് ഭാരം വരുന്ന, മുട്ടിന് ജോലി കൂടുതൽ വരുന്ന എക്സർസൈസുകൾ ചെയ്യാതിരിക്കുക. അതായത് വെയിറ്റ് എടുക്കുന്നത് പോലുള്ള, മറ്റുള്ള ഇതിനൊന്നും കുഴപ്പമൊന്നുമില്ല. മുട്ടിന് അധികം സ്ട്രെയിൻ വരുന്ന എക്സർസൈസുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. സ്റ്റെപ്പുകൾ കയറാതിരിക്കുക. സ്റ്റെപ്പുകൾ കയറണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കയറിക്കുക, കുഴപ്പമൊന്നുമില്ല. കൂടാതെ മുട്ടിനെ ഒട്ടും വർക്ക് ചെയ്യാണ്ടിരിക്കുകയും ചെയ്യരുത്. നമ്മൾ നടക്കാതിരിക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മസിൽ വീക്കാവും. അപ്പോൾ പിന്നെ അത് വേറെ ബുദ്ധിമുട്ടാവും. നടക്കണം, എല്ലാം ചെയ്യണം, പക്ഷെ ഹെവി ആയിട്ടുള്ള ഒന്നും ചെയ്യാതിരിക്കുക. എക്സർസൈസിന് നല്ലതാണ് നമ്മൾ എവിടെയെങ്കിലും ഒരു ടേബിളിന്റെ മുകളിൽ ഇരുന്നിട്ട് കാല് പയ്യെ ലിഫ്റ്റ് ചെയ്യുക. ഇങ്ങനെ പൊക്കുകയും മടക്കുകയും ചെയ്യണം, പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ മസിൽ സ്ട്രെങ്ത് ആകാനും ലിഗ്മെന്റിനൊക്കെ കുറച്ചും കൂടെ ഒരു ടൈറ്റൻ ഫീൽ കിട്ടാനും അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ് ആവാനും ഏതാണോ അവിടെ വേണ്ടത് അത് അവിടെ സംഭവിക്കും എന്നുള്ളതാണ്. എക്സർസൈസ് കൊണ്ട് എല്ലാവർക്കും അറിയാം ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്താണോ ശരീരത്തിന് വേണ്ടത് അത് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് എക്സസൈസും കൂടെ ചെയ്ത് നേരത്തെ കിടന്നുറങ്ങി, നേരത്തെ ഭക്ഷണവും കഴിച്ച്, സുഖമായിട്ട് മനസ്സിന് വിശ്രമവും കൊടുത്തു, ഉറക്കത്തിൽ തന്നെ അത് ശരിയായിക്കോളും എന്നുള്ള ആ ഒരു വിശ്വാസവും കൂടി കൊടുത്ത് ശാന്തമായി കിടന്നുറങ്ങിക്കോളും. കുറച്ച് ദിവസം കൊണ്ട് തന്നെ നല്ല മാറ്റം വരും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് പരിശ്രമിച്ച് നോക്ക്. താങ്ക് യു.